ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ആണയിടരുത് എന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്ന ആ വചനഭാഗത്ത്. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല 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 എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ സംസാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനാണ് ഈശോ പറയുന്നത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയുള്ള ഒരു സംസാര രീതിയുള്ള ഒരു വ്യക്തിയായി തീരുക. നമ്മുടെ സംസാര വിഷയം എന്താണ്? പ്രധാനമായിട്ടും നമ്മുടെ സംസാര വിഷയങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ, കാലാവസ്ഥ, പിന്നെ നമുക്കിഷ്ടമില്ലാത്തവരുടെ എല്ലാം കുറ്റം പറയുന്ന ഒരു ശൈലി, ഇതൊക്കെ നമ്മുടെ സംസാര രീതിയിൽ വരുന്നുണ്ട്. നിത്യവും നമ്മൾ സംസാരിക്കുന്ന ഒരുപിടി കാര്യങ്ങളിൽ ഉപകാരപ്രദമായത് വളരെ ചുരുക്കം മാത്രമാണുള്ളത്. അപ്പോൾ ഈശോ പറയുന്നത് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പം ദുഷ്ടനിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എത്രയോ ശ്രദ്ധിക്കണം. നമ്മൾ വീണ്ടും വീണ്ടും ദുഷ്ടൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരും. കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ കൊച്ചുത്രേസ്യ പറയുന്നത് മുഴുവനും ആത്മീയ കാര്യങ്ങളായിരുന്നു. നിത്യസത്യങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള, അങ്ങനെ സ്വർഗീയ കാര്യങ്ങൾ, പിന്നെ സുവിശേഷ സത്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കൊച്ചുത്രേസ്യയൊക്കെ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയം സംസാരിച്ചിരുന്നത്. അമ്മത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു സംഭവം അമ്മത്രേസ്യ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരനുമായിട്ട് അമ്മത്രേസ്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഭൗതികമായ കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ നേരെ എതിരെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നടുവിലൂടെ ഒരു ചൊറിത്തവള കയറി വന്നു. ഇത് അമ്മത്രേസ്യ വളരെ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോൾ അമ്മത്രേസ്യയ്ക്ക് മനസ്സിലായി ആവശ്യമില്ലാത്ത രീതിയിലേക്ക് സംസാരങ്ങൾ കടന്നു പോകുന്നതിന് ദൈവം തന്നൊരു മുന്നറിയിപ്പാണ് ഇത് എന്ന് അമ്മത്രേസ്യ അതിനെ വ്യാഖ്യാനിച്ചു. അമ്മത്രേസ്യ ഉടനടി ആ സംസാരം അവിടെ നിർത്തുകയും അമ്മത്രേസ്യ എഴുന്നേറ്റ് പോയി കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇത്രത്തോളം സംസാരത്തിൽ ശ്രദ്ധിച്ച അമ്മത്രേസ്യ അല്ലെങ്കിൽ കൊച്ചുത്രേസ്യ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ നന്മ മാത്രം സംസാരിക്കുക. ഈശോ പറഞ്ഞതുപോലെ അവരുടെ സംസാര ശൈലി അതെ അതെ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന ഈശോയുടെ വാക്ക് കൃത്യമായിട്ട് അവർ പാലിച്ചിരുന്നു. അപ്പം നമ്മുടെയൊക്കെ സംസാര വിഷയങ്ങൾ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. നമ്മുടെയൊക്കെ സംസാരത്തിൻ്റെ വിഷയത്തിൻ്റെ നല്ലൊരു ശതമാനവും ദുഷ്ടനിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും ഈശോയുടെ ഈ വചനം അനുസരിച്ച്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തി. ഈശോ എന്നിട്ട് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ആണയിടരുത്. നമ്മുടെ സംസാരത്തിൽ ഒരിക്കലും ആണയിടരുത്. എന്തുകൊണ്ടാണ് കർത്താവ് ആണയിടരുത് എന്ന് പറയുന്നത്? ദൈവത്തിന് നൽകപ്പെടേണ്ട ഒരു മഹത്വമുണ്ട്. കാരണം നമ്മുടെ സംസാരം മുഴുവനും നമ്മുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തൊരു ആഗ്രഹമുണ്ട് ഞാനത് ചെയ്യാൻ, ആ ഒരു ശൈലിയിൽ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈശോ പറയുന്നത് സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്. കാരണം സ്വർഗത്തെ കൊണ്ട് ആണയിടരുതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനമാണ്. നമുക്കതുമായിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ സിംഹാസനമായ സ്വർഗത്തെ കൊണ്ട് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ആണയിടുക, നമ്മൾ സംസാരിക്കേണ്ട കാര്യം നമുക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെയോ ഭൂമിയെക്കൊണ്ടും ആണയിടരുത്. കാരണം ഭൂമി കർത്താവിൻ്റെ പാദപീഠമാണ്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ അവകാശമൊന്നുമില്ല. കാരണം നമുക്ക് എന്ത് കഥയിരിക്കുന്നു? ദൈവമാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ്. പിന്നെയോ ജെറുസലേമിനെ കൊണ്ടും വരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. കാരണം മഹാരാജാവിൻ്റെ നഗരത്തെക്കൊണ്ട് ആണയിടുവാൻ എനിക്ക് അധികാരമില്ല. പിന്നെയോ എൻ്റെ ശരീരത്തെക്കൊണ്ടും ആണയിടരുത്. കാരണം ഇത് ഞാൻ സൃഷ്ടിച്ചതല്ല, ഇതെൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. കാരണം ഈശോ പറയുന്നു നീ നിൻ്റെ ശരീരത്തെക്കുറിച്ചും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് സാധിക്കില്ല. അത്ര പോലും നിനക്ക് സാധിക്കാത്ത അവസ്ഥയിൽ ഇതിൻ്റെ മേൽ നിനക്കെന്തധികാരം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട്
നമ്മുടെ സംസാര രീതികളെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായി സംസാരിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുക. ഈ ഒരു സംസാര ശൈലിയിലേക്ക് വരാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. സംസാരം കൊണ്ട് ഞാൻ എത്രയോ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. സംസാരം കൊണ്ട് ഞാൻ എത്രയോ പേരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. സംസാരം കൊണ്ട് ഞാൻ എത്രയോ പേരെ അകറ്റിയിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിശ്ചയമായും നമ്മൾ സംസാരിക്കുകയും വേണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത സംസാരങ്ങൾ, ജീവിതത്തിൽ തെറ്റുപറ്റാത്ത വിധം സംസാരിക്കാൻ കഴിയുക, അവൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഈശോ പറയുന്നത്. യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം വചനം യാക്കോബ് ശ്ലീഹ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്. അപ്പം സംസാരം എന്ന് പറയുന്നത് അവിടെ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പൂർണ്ണനാണോ, നമ്മളിൽ അപൂർണതയുണ്ടോ, നമുക്ക് ആത്മീയ പക്വതയുണ്ടോ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരുവൻ്റെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് നന്നായിട്ട് അവനെ മനസ്സിലാക്കാൻ സാധിക്കുക. അവൻ്റെ ആത്മീയ ചൈതന്യം, അവൻ്റെ പ്രാർത്ഥനാ ചൈതന്യം, അവൻ്റെ സംസ്കാരം, ഇതൊക്കെ വെളിവാക്കുന്നത് അവൻ്റെ സംസാരത്തിൽ. അപ്പം പ്രധാനപ്പെട്ട ആശയവിനിമയമാണ് സംസാരം എന്ന് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തോടു കൂടി സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കും. അതാണ് നമ്മുടെ അഭിഷേകത്തോടു കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത. അതാണ് നമ്മളൊരാൾക്കൊരു കറക്ഷൻ കൊടുക്കുകയാണ് എങ്കിൽ പോലും അത് കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് പതിയും. നമ്മളൊരാൾക്കൊരു നിർദ്ദേശം കൂടല്ല, എന്തെങ്കിലും ഒരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളതിനൊരു ഒറ്റ വാക്കിലൊരു മറുപടി പറയാണ്, അത് അവനെ ആകമാനം അവൻ്റെ പ്രവൃത്തികളെ സ്പർശിക്കും. കാരണം അതിൽ നമ്മുടെ സംസാരത്തിൽ ഒരു അഭിഷേകമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ പുരോഹിതർ ഒക്കെ ഈ തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ എത്ര ഒരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിലും ലോകത്തിന് തന്നെയും വരും എന്ന് നമ്മളൊന്ന് ഓർക്കണം. അപ്പോൾ അഭിഷേകത്തോടു കൂടിയുള്ള സംസാരം എപ്പോഴും അനുഗ്രഹപ്രദമാണ്. അത് കേൾക്കുന്നവർക്ക് ഒരു സുഖമുണ്ട്, അതൊരു സത്യമാണ്. അത് കേൾക്കുന്നവർക്ക് അത് അംഗീകരിക്കുവാനായിട്ട് തോന്നും. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, ഈ ലോകത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് പോകുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിൻ്റെ വചനമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമ്മളത് പലതും അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ട്. ദൈവം സൃഷ്ടിച്ച് അത് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴി, അതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, പ്രപഞ്ചം മുഴുവനും കർത്താവിനെ അനുസരിക്കുന്നു. അപ്പം ജെറമിയായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ ജെറമിയായുടെ കർത്താവ് പറയുന്നു: ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മൾ ജെറമിയായുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ ജെറമിയ എത്ര കഠിനമായിട്ട്, എത്ര ശക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് ആവശ്യമായിരുന്നപ്പോൾ ജെറമിയായുടെ നാവിൽ കർത്താവ് ദൈവത്തിൻ്റെ വചനം വെച്ചു കൊടുത്തു. എന്നിട്ട് ജെറമിയായുടെ അധരങ്ങളിലൂടെ, ആ നാവിലൂടെ ദൈവം നേരിട്ട് ആ ജനത്തോട് സംസാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ വചനം വായിക്കുമ്പോൾ, ജെറമിയായുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ എത്ര ശക്തമായിട്ടാണ് ദൈവം ജെറമിയായിലൂടെ സംസാരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. ചില ഭാഷകളൊക്കെ വളരെ കഠിനമാണ്. കാരണം ഇസ്രായേൽ ജനം പാപത്തിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയ ഒരു സമയമായിരുന്നു ജെറമിയ പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ ദൈവം
നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു അഭിഷേകമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ നിൻ്റെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ സംസാര രീതികൾ, ചില മനുഷ്യർ ഉപകാരമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറയും. ചില മനുഷ്യർ മോശമായ ഭാഷയിൽ തന്നെ സംസാരിക്കും. ചില മനുഷ്യർ ചീത്തയായ കാര്യങ്ങൾ മാത്രം സംസാരിക്കും. ചില മനുഷ്യർ ഒത്തിരി നുണ പറയും. അങ്ങനെ നുണ പറയുന്ന, വാ നുണ പറയുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളെ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഒത്തിരി കുട്ടികൾ ഒരിക്കലും സത്യം പറയാത്തതുണ്ട്. അപ്പം നമ്മുടെ പള്ളിയിൽ അനുബന്ധിച്ച കാര്യങ്ങൾ, ഇപ്പോൾ സങ്കീർത്തിയിലൊക്കെ വരുന്ന അൽത്താര ബോയ്സ് ഗേൾസൊക്കെ വരുമ്പോൾ പലപ്പോഴും അവർ പലതും നശിപ്പിച്ച് കളയും. വിലപിടിപ്പുള്ള സാധനങ്ങൾ പോലും അവർ നശിപ്പിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും അറിയാത്ത രീതിയിൽ പച്ച നുണ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നേരിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് എങ്കിൽ പോലും സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കും. എങ്ങനെ ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് സാധിക്കും? ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നുണ പറയുക എന്നുള്ളത്. പക്ഷേ പ്രായമായി വരുമ്പോഴും സത്യം സംസാരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അഭിഷേകവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ സംസാര രീതികൾ കുഞ്ഞുനാൾ മുതൽ, അതേസമയം ചില കുട്ടികളുണ്ട് എത്ര മനോഹരമായിട്ട് സംസാരിക്കും, നല്ല അഭിഷേകത്തോടു കൂടി സംസാരിക്കുന്ന ഒത്തിരിയേറെ കുഞ്ഞുമക്കളും ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന, LKG പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ സംസാരം, ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ചൈതന്യം ആ കുഞ്ഞുങ്ങളുടെ സംസാരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യം തോന്നും, സന്തോഷം തോന്നും. എന്നാൽ ചില കുഞ്ഞുങ്ങളോട് നമുക്ക് സംസാരിക്കാൻ പേടിയാണ്. കാരണം എന്ത് മറുപടിയാണ് അവരിൽ നിന്ന് തിരിച്ചു വരിക എന്ന് നമുക്ക് പലപ്പോഴും ഭയപ്പെടേണ്ടി വരും. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ചില കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കാൻ നമുക്ക് താല്പര്യം തോന്നില്ല. കാരണം അവരിൽ നിന്ന് വരുന്നത് നമ്മളെ കൂടെ മോശമാക്കി കളയും. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇങ്ങനത്തെയുള്ള ചില പ്രത്യേകതകളുണ്ട്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവർക്ക് മാംസം ഭക്ഷിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ കൂട്ടുകാരുമൊത്ത് മാംസം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഗാന്ധിജി ഒരിക്കൽ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം തോന്നി. അദ്ദേഹത്തിൻ്റെ പിതാവിനോട് അത് ഏറ്റു പറയുവാൻ അദ്ദേഹത്തിന് ഭയങ്കര മടി അല്ലെങ്കിൽ ധൈര്യമില്ല. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കടലാസ് എടുത്ത് അതിലെഴുതി ഒരു കുറിപ്പടിയായിട്ട് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പിതാവ് അത് വായിക്കുമ്പോൾ അടുത്ത് നിന്നു. അപ്പോൾ അത് പശ്ചാത്താപത്തിൻ്റെ വലിയൊരു നിമിഷമായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം അത് എഴുതി കൊടുത്തു. അപ്പോൾ അത് എഴുതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പിതാവിനും ഗാന്ധിജിയെക്കുറിച്ച് നല്ല മതിപ്പ് തോന്നി. അപ്പം ഗാന്ധിജിയുടെ ജീവിതത്തിൽ അദ്ദേഹം എഴുതുകയാണ്, പിന്നീട് ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോയിട്ടില്ല എന്ന് ഗാന്ധിജി പറയുകയാണ്. അപ്പം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ വിലകെട്ട കാര്യങ്ങൾ പറയാതെ നല്ല വചനങ്ങൾ മാത്രം സംസാരിച്ച ദൈവത്തിൻ്റെ നാവ് പോലെയാവുമെന്ന് പറഞ്ഞാൽ എത്ര ശക്തമാണ് ആ നാവ്, എത്ര അഭിഷേകമാണ് ആ നാവ്. അതാണ് നമ്മുടെ സംസാരത്തിൽ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ. അപ്പം വിലകെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും വിലകെട്ടവരായിത്തീരും. നമ്മുടെ സംസാര ശൈലി അങ്ങനെയായിത്തീരും. അപ്പം മർക്കോസ്, അത്രത്തോളം വിശ്വസ്തർക്കാണ് ദൈവം ഈ വാഗ്ദാനം നൽകുന്നത്. സംസാരത്തിൽ അത്രത്തോളം തെറ്റുവരുത്താതെ അത്രത്തോളം വിശ്വസ്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തോട് ആയിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ, അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ ഈശോയുടെ വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈശോ കടന്നു പോവുകയാണ്, ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുകയാണ്. അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ആ ഒറ്റ വാക്ക് ഈശോ പറഞ്ഞുള്ളൂ, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. തുറന്നു വെച്ച ലേവിയുടെ പണപ്പെട്ടി
അടയ്ക്കുക പോലും ചെയ്യാതെ കർത്താവ് പറഞ്ഞു, ആ സെക്കൻഡിൽ അദ്ദേഹം എഴുന്നേറ്റ് ഈശോയുടെ പിന്നാലെ പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്കൊന്നും നോക്കിയില്ല. ചുങ്കക്കാരനായിരുന്നു ലേവി. തൻ്റെ പണപ്പെട്ടിയിലേക്കൊന്നും നോക്കിയില്ല. ഒന്നും ശ്രദ്ധിച്ചില്ല. എത്ര പണം ബാക്കിയുണ്ട് ശ്രദ്ധിച്ചില്ല. ഇനി ഈ പണം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഈശോയുടെ വചനത്തിൻ്റെ പ്രത്യേകത, എന്നെ അനുഗമിക്കുക. അത്ര ശക്തമാണ്, അത്ര പവർഫുള്ളാണ് കർത്താവിൻ്റെ വചനം. അപ്പോൾ അതാണ്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന് ദൈവം ജെറമിയായോട് അരുളിച്ചു. അപ്പോൾ ആ കർത്താവിൻ്റെ വാക്കുകളാണ് ഇത്, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് ഉടനെ യേശുവിനെ അനുഗമിച്ചു. ആ വിളിക്ക് ഒരു അന്തിമ തീരുമാനമുണ്ടായിരുന്നു. മത്തായി ശ്ലീഹ അവിടെ ഇരുന്നുകൊണ്ട്, എന്നാൽ ഞാൻ വരണോ? എന്നാൽ ഞാൻ നാളെ വരാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാം, അല്ലെങ്കിൽ ഈ കണക്കുകളൊക്കെ ഒന്ന് കൂട്ടി ശരിയാക്കിക്കോട്ടെ. ഒന്നും പറഞ്ഞില്ല. നാളത്തേക്ക് ഒന്നും വെച്ചില്ല. ആ കർത്താവിൻ്റെ ആ വിളിക്ക് ഒരു അന്തിമ തീരുമാനമുണ്ടായിരുന്നു. ആ അന്തിമ തീരുമാനമനുസരിച്ച് ലേവി അവിടെ നിന്നും എഴുന്നേറ്റ് ഉടനെ ഈശോയെ അനുഗമിച്ചു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പിള്ളേർ വർത്തമാനം പറയാണ്ട് ബഹളം വയ്ക്കാറുണ്ട്. ടീച്ചേഴ്സ് അടങ്ങിയിരിക്കുക, മിണ്ടരുത്, ബഹളം വയ്ക്കരുത്, അടുത്ത ക്ലാസ്സിൽ പിള്ളേരുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചറുണ്ട്, ഇതൊക്കെ എത്രയോ പ്രാവശ്യം പറയുന്നു. പക്ഷേ ടീച്ചർ എന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കുട്ടികൾ ബഹളം ആരംഭിക്കും. എന്നാൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെയല്ല, എന്നെ അനുഗമിക്കുക. ഉടനടി മത്തായി ശ്ലീഹ ഈശോയെ അനുഗമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ ഈശോയും ശിഷ്യന്മാരും ഗലീലി തടാകത്തിലൂടെ ഒരു യാത്രയാണ്. കടലിൽ ശക്തമായ കാറ്റ്, തോണി മുങ്ങത്തക്ക വിധം തോണിയിലേക്ക് വെള്ളമടിച്ചു കയറുകയാണ്. ഇവിടെ ശിഷ്യന്മാർ നിലവിളിച്ചു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ? ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈശോ ഉടനെ ഞെട്ടി എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക, അടങ്ങുക, ശാന്തമാകുക. ഈശോയുടെ ആ വചനത്തിൽ അടങ്ങാതിരിക്കാനും ശാന്തമാകാതിരിക്കാനും കടലിനും കാറ്റിനും കഴിഞ്ഞില്ല. കാരണം ഉടനടി കടലും കാറ്റും ഈശോയെ അനുസരിച്ചു. അതാണ് അഭിഷേകം നിറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അപ്പോൾ കർത്താവാണത് പറഞ്ഞത്. കർത്താവാണ് ഈ വാക്ക് പറഞ്ഞത്, അടങ്ങുക, ശാന്തമാവുക. അപ്പം ജെറമ്യായിലൂടെ പറയുന്നത്, സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ. അപ്പം നമ്മളും സദ്വചനങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ, നമ്മുടെ നാവ് അഭിഷേകമുള്ള നാവാണെങ്കിൽ, ഈശോ പറഞ്ഞപ്പോൾ കടലും കാറ്റും കോളുമൊക്കെ നിലച്ചതുപോലെ, അവിടെ ശാന്തത വന്നതുപോലെ, നമ്മുടെ സംസാരത്തിലും നമ്മുടെ ആജ്ഞയിലും നമ്മുടെ കൽപ്പനയിലും ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപ എന്ന് പറയുന്നത്. എലീഷ പ്രവാചകൻ്റെ കാലത്ത് ഒരു സംഭവം, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ തിരുവചനം, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. അവിടെ നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി എലീഷ പ്രവാചകൻ്റെ അടുത്ത് വന്നു. അവൻ്റെ കുഷ്ഠ സുഖപ്പെടുത്തണം, അതാണ് അവൻ്റെ ആഗ്രഹം. ഇങ്ങനെ നാമാൻ വന്നിട്ടുണ്ട് എന്ന് പ്രവാചകനോട് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവനോട് പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു. ശിഷ്യരോട് പറഞ്ഞു വിട്ടു, നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കും. ഇത് കേട്ടപടി നാമാൻ പ്രതികരിച്ചു, സിറിയയിലെങ്ങും പുഴയില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് ഈ ജോർദാനിൽ വന്ന് മുങ്ങേണ്ടത്? ഞാൻ എന്തിന് ഇവിടെ മുങ്ങണം? സിറിയയിൽ ഇതിനെക്കാട്ടിലൊക്കെ നല്ല പുഴയുണ്ടല്ലോ. നാമാൻ ആകപ്പാടെ അസ്വസ്ഥനായി. നാമാൻ പ്രതികരിച്ചു. പ്രവാചകൻ ഇറങ്ങി വന്ന് തൻ്റെ ശിരസിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ച് അവനെ സുഖപ്പെടുത്തുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ പ്രവാചകനായിരുന്നിടത്തിരുന്ന് അവനോട് പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കുക എന്ന് പറഞ്ഞു ശിഷ്യരോട് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. അതിൽ നാമാൻ കുപിതനായി. അപ്പം നാമാൻ്റെ ആ സംസാരവും ശരിയായില്ല, ഒരു അനുഗ്രഹപ്രദമായ സംസാരമായിരുന്നില്ല. എന്നാൽ പ്രവാചകൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. അപ്പം നാമാൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ സഹചാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഒന്ന് പോയി 7 പ്രാവശ്യം മുങ്ങി നോക്ക്.
നാമാന് 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ മുങ്ങി. 7ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ്റെ കുഷ്ഠം പൂർണ്ണമായും മാറിയിരിക്കുന്നത് കണ്ടു. നാമാൻ്റെ പ്രതികരണവും പ്രവാചകൻ്റെ വചനവും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ ഈ തരത്തിലുള്ള ശൈലികൾ വരും. അഭിഷേകമില്ലാത്ത, ദൈവാനുഗ്രഹപ്രദമല്ലാത്ത സംസാര ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം നാമാന് സുഖിച്ചില്ല. പ്രവാചകൻ ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ കൈവച്ച് അവനെ സുഖപ്പെടുത്താതിരുന്നത് നാമാന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നാമാൻ അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ മോശയോടും അഹ്റോനോടും കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. ഇവിടെ മോശ തൻ്റെ കഴിവുകേട് ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. എനിക്ക് സംസാര പാഠവുമില്ല ദൈവമേ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പം അത് പറഞ്ഞപ്പോഴാണ് അഹ്റോനെ കൂട്ടായിട്ട് ദൈവം കൊടുത്തത്. അപ്പോൾ അഹ്റോനോടും മോശയോടും കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. അപ്പോൾ ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് സംസാരിപ്പിക്കുന്നതും ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ വഴിയെ ആണ് നമ്മളെങ്കിൽ, സദ്വചനങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ നമ്മുടെയൊക്കെ സംസാര രീതികൾ ആ ശൈലിയിലാവും. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. എല്ലാ കാര്യങ്ങളിലും തമ്പുരാൻ നമ്മളെ ശക്തിപ്പെടുത്തും. പലപ്പോഴും നമ്മുടെ സംസാരം വഷളാകുന്നത് എപ്പോഴാണ്? നമ്മുടെ സംസാരമൊക്കെ വഷളാകുന്നത് നമ്മുടെ സ്വഭാവത്തിൽ തിന്മ കയറി വരുമ്പം, നമ്മുടെ ജീവിതത്തിൽ തിന്മ കയറി വരുമ്പോഴാണ്. തിരുവചനത്തിലെ 2-3 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഗുരോ സ്വസ്തി. യൂദാസ് പറഞ്ഞത് വളരെ നല്ല വാക്കാണ്. എപ്പോൾ കാണുമ്പോൾ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഗുരോ സ്വസ്തി. പക്ഷേ അതിനകത്ത് ഒരു വലിയ കെണിയിരിപ്പുണ്ടായിരുന്നു. ശത്രുകരങ്ങളിൽ ഈശോയെ ഏൽപ്പിക്കുന്ന ഒരു 2 വാക്കുകളായിരുന്നു അത്, ഗുരോ സ്വസ്തി. കാരണം എന്താണ്? യൂദാസിന് ഈശോയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ വചനത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈശോയുടെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ദൈവപുത്രനാണ് എന്ന് അംഗീകരിക്കുവാനായിട്ട് യൂദാസിന് സാധിച്ചില്ല. അതുകൊണ്ട് യൂദാസ് ഒരു ദിവസം കൊണ്ടല്ല ഈ തെറ്റിലേക്ക് പോയത്. ഈശോയ്ക്കെതിരെയുള്ള സംസാര രീതികളും പിറുപിറുപ്പുകളും ജനമധ്യത്തിൽ വന്നപ്പോൾ ആ കൂട്ടത്തിൽ കൂടുകയും ഈശോയെ കുറ്റപ്പെടുത്തുകയും ചെയ്ത് ഈശോയോട് ഇഷ്ടമില്ലാത്ത ഒരു ശൈലി യൂദാസിൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പം യൂദാസിൻ്റെ ഹൃദയത്തിൽ അല്പം പോലും ഈശോയുടെ ജീവിതത്തെ ഒന്ന് തട്ടിയിട്ടില്ല, അവൻ്റെ ഹൃദയത്തെ ഒന്ന് സ്വാധീനിച്ചിട്ടില്ല. ഈശോയുടെ ഒരു വചനം പോലും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ആ ഒരു തിന്മ യൂദാസിലൂടെ കടന്നു വന്നത്. പിന്നെ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത്, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു. ആ സംസാരം അവൻ്റെ എവിടെ നിന്നാണ് വന്നത്? മരണഭയത്തിൽ നിന്നാണ് പത്രോസ്ലിയായ്ക്ക് അത് സംഭവിച്ചത്. അവൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനെ അറസ്റ്റ് ചെയ്തതുപോലെ, അവനെ വിചാരണ ചെയ്യുന്നതുപോലെ, അവനെ പീഡിപ്പിച്ചതുപോലെ ഞങ്ങളെയും പീഡിപ്പിക്കും. ആ ഒരു ഭയം പത്രോസ്ലിഹായെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞ കാര്യം തീർത്തു, ഞാൻ അവനെ അറിയുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. മരണഭയം പത്രോസ്ലിഹായെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ അവനെ അറിയുകയില്ല എന്ന വാക്ക് പറഞ്ഞ് പത്രോസ്ലിഹ അതിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതുപോലെ നമ്മളും പലപ്പോഴും നമ്മുടെയൊക്കെ സൗകര്യമനുസരിച്ച് നമ്മൾ സംസാരിക്കും. തോമാസ്ലിഹ ഉദ്ധിതനായ കർത്താവിനെ കണ്ടപ്പോൾ ഇതുപോലെ 2 വാക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ 2 വാക്ക് തോമാസ്ലിഹ പറഞ്ഞത് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. ഇതുവരെയുള്ള തൻ്റെ ജീവിതവും സംസാരവും മുഴുവനും തെറ്റിപ്പോയി. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്ന സംസാരമായിരുന്നു തോമാസ്ലിഹായുടേത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആ സമ്പൂർണ്ണ സമർപ്പണം. അപ്പോൾ അതുപോലെ തന്നെ തോണിയിൽ കയറിയ ശിഷ്യന്മാരെ, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു, അവർക്ക് വിശ്വാസമില്ലാതെ പോയി. ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞത്.
അപ്പോൾ അതിന് അവരുടെ വിശ്വാസത്തിൽ വന്ന പോരായ്മ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിരവധി പോരായ്മകൾ വരുമ്പോഴാണ് നമ്മുടെ സംസാര ശൈലി മൊത്തം മാറിപ്പോകുന്നത്. ഈശോ പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ തിരുവചനം, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. അപ്പം നമ്മുടെ സംസാരം, നാവിലൂടെ വരുന്ന ഈ സംസാര ശൈലി, അതിൻ്റെ ഉറവിടം ഹൃദയമാണ് എന്ന് ഈശോ പറയുന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അതുകൊണ്ട് നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ നാവ്, ഇതൊക്കെ അഭിഷേകം നിറഞ്ഞതാവാൻ, ജെറമിയായോട് കർത്താവ് പറഞ്ഞതുപോലെ സദ്വചനങ്ങൾ മാത്രം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ വാക്കുപോലെ, കർത്താവിൻ്റെ അപ്പസ്തോലന്മാരുടെ അഭിഷേകം നിറഞ്ഞ വാക്കുപോലെ, നമുക്ക് മുമ്പേ ജീവിച്ചു പോയ അനേക വിശുദ്ധരുടെ അഭിഷേകം നിറഞ്ഞ നാവ് പോലെ നമ്മുടെ നാവും ആയിത്തീരും. അങ്ങനെ അഭിഷേകം നിറഞ്ഞ നാവിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ആരോട് സംസാരിക്കുന്നു, ഒരു വാക്കേ പറഞ്ഞുള്ളൂ എങ്കിലും അത് അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പോവുകയും അവൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനങ്ങൾ വരുത്താൻ ഇടയാവുകയും ചെയ്യുന്ന അത്ര ശക്തമായ അഭിഷേകമുള്ള നാവുകൾ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം. നമുക്ക് ഓർക്കാം, നിൻ്റെ സംസാരം അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദുഷ്ടൻ്റെ വാക്കുകളല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അഭിഷേകം നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകമുള്ള സംസാരം നമുക്ക് നടത്താനായിട്ട് പരിശ്രമിക്കാം. അതിന് നമ്മുടെ നാവുകളെയും നമ്മുടെ ശിരസിനെയും ബുദ്ധിയെയും ഓർമ്മയും എല്ലാം അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അഭിഷേകം നിറഞ്ഞ ഒരു നാവ് നൽകി, അഭിഷേകമുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.